എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് അഥവാ വരകളും കോണുകളും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണുകൾ എന്താണെന്ന് പഠിച്ചല്ലേ? എന്താണ് കോണുകൾ? അതായത് ഇപ്പം നമ്മൾ രണ്ട് വരകൾ, അതിൽ ഒരു വര വരച്ചിട്ട് ആ വരയുടെ ഒരറ്റത്ത് നിന്ന് ഒരറ്റത്ത് നിന്ന് മറ്റൊരു വര നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ആംഗിൾ കിട്ടും അല്ലേ? കോണ് കിട്ടും. അതായത് രണ്ട് വരകൾ വേണം. രണ്ട് വരകൾ ഏതെങ്കിലും ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഒരറ്റം ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് മറ്റൊരു വര ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് നമുക്കൊരു ആംഗിൾ കിട്ടും അല്ലെ? കോണ് കിട്ടും. അങ്ങനെയാണ് കോണുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയുടെ ഈ അറ്റത്ത് നിന്ന് ഞാൻ മറ്റൊരു വര വരച്ചു അല്ലേ? അപ്പോൾ ഈ വര ഞാനിപ്പോൾ രണ്ടാമത് വരച്ച വര ഒരു കുത്തനെയുള്ള വരയാണ് അല്ലേ? ഓക്കെ, ഈ വരയ്ക്ക് കുത്തനെയുള്ള വരയാണ്. ഇങ്ങനെ കിട്ടുന്ന കോണുകൾക്ക് നാം എന്ത് പറയും? മട്ടക്കോൺ എന്ന് പറയും അല്ലേ? അതായത് റൈറ്റ് ആംഗിൾ എന്ന് പറയും. അതായത് മട്ടക്കോൺ. ആ മട്ടക്കോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ കുത്തനെ വന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഇതേപോലെ ഒരു ലൈൻ ആദ്യം വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ലൈൻ ഇത് ചെരിച്ചു വരച്ചിരിക്കണം അല്ലേ? അപ്പം ഇങ്ങനെ ഇവിടെയാണ് കുത്തനെ വരച്ചു, ഇവിടെ അല്പം ചെരിഞ്ഞു വരച്ചു. അങ്ങനെയാണ് നമുക്കറിയാം, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലേ? അപ്പം നമ്മളത് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചൊക്കെ കോണുകൾ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇത് നോക്കിയേ, ഇത് നമുക്ക് ഇതാണ് അല്ലേ? അങ്ങനെ കുത്തനെ വരച്ചു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി. ഇതെന്താണ്? കുത്തനേക്കാളും കുറേയും കൂടി ഇങ്ങോട്ട് നീങ്ങി അല്ലേ? കുറേയും കൂടി ഇങ്ങോട്ട് നീങ്ങി. ഇത് ഇപ്പുറത്തേക്ക് നീങ്ങി, ഇതാണെങ്കിൽ അതും വിട്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് നീങ്ങി അല്ലേ? അപ്പം നമുക്കറിയാം, ഇത് 90 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും ഇതല്ലേ? അതായത് 90-നേക്കാൾ കൂടുതലായിരിക്കും ഈ കോണിൻ്റെ അളവ്. അപ്പോൾ നമ്മളിവിടെ 3 കോണുകൾ നമുക്ക് മനസ്സിലായി. ഒന്ന് 90 ഡിഗ്രി, ഇത് 90-നേക്കാൾ കുറവ് അല്ലേ? 90-നേക്കാൾ കുറവ്. ഇതാണെങ്കിലോ 90-നേക്കാൾ കൂടുതൽ. അത് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന നോക്കിയാൽ, ഒരു വര വരച്ചിട്ട് അതിന്റെ ഒരറ്റത്ത് നിന്നാണ് മറ്റേ വര വരച്ചത് അല്ലേ? ഈ 3 എണ്ണത്തിൽ അങ്ങനെയാണ് വരച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു വര വരച്ചിട്ട് അതിന്റെ പറ്റത്തെന്നല്ല, വേറൊരു പോയിന്റിൽ ഞാൻ വേറൊരു വര വരയ്ക്കാൻ പോകുന്നു വിചാരിക്കാം. ഞാനൊരു വര വരച്ചു അല്ലേ? ഇനി ഞാൻ ഈ അറ്റത്ത് നിന്ന് വരച്ചതിന് പകരം ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു വര ഇങ്ങനെ കുത്തനെ വരയ്ക്കാൻ പോകുന്നു. ഇപ്പൊ എന്ത് കിട്ടി എനിക്ക്? ഇപ്പൊ എനിക്ക് 2 ആംഗിൾ കിട്ടി അല്ലേ? ഒന്ന് ഇതും പിന്നെന്താണ് ഈ ആംഗിളും അല്ലേ? ഒരറ്റത്തുനിന്ന് വരയ്ക്കുന്ന നമുക്ക് ഒരേ ആംഗിൾ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ വരയുടെ ഇപ്പൊ നടുഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കുറച്ച് നീങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, അറ്റമല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആംഗിൾ കിട്ടും? 2 ആംഗിൾ, 2 കോണുകൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇനി 2 കോണുകളുടെ അളവ് എന്തായിരിക്കും? നാം പറഞ്ഞു ഇവിടെ 90 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 90 ആയിരിക്കും. അതേപോലെ ഇതും കുത്തനെ വരച്ചിരിക്കല്ലേ? അപ്പൊ ഇതും 90 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെയും 90 കിട്ടി, ഇവിടെയും 90 കിട്ടി. ശരിയാണല്ലോ അല്ലേ? ഓക്കെ, ഇനി ഞാൻ നോക്കിയാൽ വേറൊരു വര വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ വേറൊരു വര വരയ്ക്കാൻ പോകണം. ഇവിടെ ഞാൻ കുത്തനെ വരച്ചതിന് പകരം ഞാൻ കുറച്ച് ചെരിച്ച് വരയ്ക്കാൻ പോകണം. അപ്പം എനിക്ക് എന്ത് കിട്ടി? ഇപ്പോഴും എനിക്ക് 2 കോണുകൾ കിട്ടി അല്ലേ? 2 കോണുകൾ കിട്ടി. ഈ കോണുകളുടെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ 90-നേക്കാൾ കുറവ്, ഇതാണെങ്കിലോ 90-നേക്കാൾ കൂടുതൽ അല്ലേ? അപ്പം 2 ആംഗിൾ കിട്ടി. ഇവിടെയുള്ളത് 90-നേക്കാൾ കുറവും ഇവിടെയുള്ളത് 90-നേക്കാൾ കൂടുതലും അല്ലേ? ഇനി ഞാൻ മറ്റൊരു വര വരയ്ക്കാൻ പോകണം. ഞാൻ വേറൊരു വര വരച്ചു. ഇനി ഞാൻ ഇങ്ങോട്ട് ചെരിച്ച് വരയ്ക്കുന്നു. ഇപ്പൊ നോക്കിയേ, ഇപ്പോഴും എനിക്ക് 2 കോണുകൾ കിട്ടി അല്ലെ? 2 കോണുകൾ കിട്ടി. ഇതാണെങ്കിലോ ഇത് 90-നേക്കാൾ കൂടുതൽ, ഇത് 90-നേക്കാൾ കുറവ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇതേ രൂപത്തിൽ വരയ്ക്കുമ്പോൾ നമുക്ക് 2 കോണുകൾ വെച്ച് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ആംഗിളുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെ കുത്തനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 90, ഇത് 90 അല്ലെ? ഇനി ചെരിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇത് 90-നേക്കാൾ കുറവായിരിക്കും, ഇത് 90-നേക്കാൾ കൂടുതലായിരിക്കും അല്ലെ? ഇവിടെയാണെങ്കിലോ ഇത് 90-നേക്കാൾ കൂടുതലായിരിക്കും, ഇത് 90-നേക്കാൾ കുറവായിരിക്കും അല്ലെ? ഇനി ഇവിടെ നോക്കിയേ, നമ്മ പറഞ്ഞു ഇവിടെ 90 ആണ്, ഇതും 90 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വരും? മൊത്തം അതായത് ഇവിടെ 90, ഇവിടെ 90, അപ്പൊ മൊത്തം എത്ര വന്നു? 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി അല്ലെ? അതായത് 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇത് 90-ഉം ഇത് 90-ഉം, അപ്പൊ നമുക്ക് മൊത്തം എത്ര കിട്ടി? 180 ഡിഗ്രിയാണ് അല്ലെ? മനസ്സിലാവണില്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഇവിടെ നമുക്ക് ഈ വര നേരെയാണെങ്കിൽ ഇവിടെ 90 ഉണ്ടാവും, ഇവിടെ 90 ഉണ്ടാവും അല്ലെ? അതായത് ഇവിടെ ഒരെണ്ണം 90-നേക്കാൾ കുറവായി, ഒരെണ്ണം 90-നേക്കാൾ കൂടുതലായി. പക്ഷേ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? എത്ര കിട്ടണം? ഇവിടെ നോക്കിയേ, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 180 കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 തന്നെ കിട്ടണം
വേണ്ടേ? 180 തന്നെ കിട്ടണം. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത്, പക്ഷേ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം അല്ലേ? അതിൽ ഒരെണ്ണം 90-നേക്കാൾ കൂടുതലായിരിക്കും, ഒരെണ്ണം 90-നേക്കാൾ കുറവായിരിക്കും. ഇനി നമുക്ക് ഇതിൽ ഒരു കോണിന്റെ അളവ് ഇപ്പോൾ ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ 60 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചു ഇതിന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എന്താണ്? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഒരെണ്ണം അതിൽ 60 ഡിഗ്രി ആണെങ്കിൽ മറ്റേ കോൺ എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം 60 ആണെങ്കിൽ മറ്റേത് കിട്ടാൻ എന്ത് ചെയ്യണം? 180-ൽ നിന്ന് ഈ 60 കുറയ്ക്കണം അല്ലേ? അപ്പൊ 180 നമുക്കറിയാം, മൊത്തം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മൊത്തം ഈ കോൺ മൊത്തം 180 ആണ്. അതിൽ നിന്ന് നാം എത്ര കുറച്ചാൽ മതി? 60 ഡിഗ്രി കുറയ്ക്കണം അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി അല്ലേ? അപ്പൊ ഈ കോണ് 120 ഡിഗ്രി. കണ്ടോ, വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഇനി ഇവിടെ നോക്കിയാൽ, ഇവിടെ നമുക്ക് ഈ കോണിന്റെ അളവ് ഒരു 130 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഈ കോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞ എത്രയായിരിക്കും ഈ കോണിന്റെ അളവ്? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ നാം എന്ത് വേണം? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180-ൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള 130 അങ്ങോട്ട് കുറയ്ക്കുക അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടി. അപ്പൊ ഈ കോൺ എത്ര ആയിരിക്കും? 50 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഒരു കോൺ തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ മറ്റേ കോൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലായില്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു വര വരച്ചിട്ട്, ഇവിടെ ഒരു വരയല്ല ചെരിച്ച് വരച്ചത്, ഞാൻ ഇതിന് പകരം ഞാൻ 2 വര വരച്ചാൽ എന്തായിരിക്കും? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനൊരു വര വരച്ചിട്ട് ഇവിടെ ഒരു വര വരച്ചതിന് പകരം ഞാൻ ഒരു വര ഇങ്ങനെ വരച്ചു, പിന്നെ ഒരു വര ഇങ്ങനെ വരച്ചു. അപ്പം നമുക്ക് എത്ര കോണുകൾ കിട്ടി? ഇവിടെ 1 അല്ലേ? അടുത്തത് ഇവിടെ 2, അടുത്ത് ഇവിടെ 3. അപ്പോൾ 3 കോണുകൾ ഇങ്ങനെ കിട്ടിയാലോ? കിട്ടിയല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് 2 കോണുകൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു 50 ഡിഗ്രി, ഇതൊരു 60 ഡിഗ്രി ഇങ്ങനെ തന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, ഇങ്ങനൊരു വര വരച്ചിട്ട് നാം ഇങ്ങനൊരു വര വരച്ചു കഴിഞ്ഞാൽ 2 ആംഗിൾ ഉണ്ടെങ്കിൽ 2 എത്രയായിരിക്കും? 90-ഉം 90-ഉം 180 ആയിരിക്കും അല്ലേ? അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ എത്രയായിരിക്കണം? ഈ 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലേ, ഒരു നേരെ വരച്ചൊരു വരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കണം? 180 ഡിഗ്രി തന്നെ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പൊ ഇവിടെ 180 ഡിഗ്രി ആണെങ്കിൽ ഇത് 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടാം അല്ലേ? അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 50 + 60 എത്ര കിട്ടി നമുക്ക്? 110 കിട്ടി അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് 110 ഡിഗ്രി ഉണ്ട്, ഇത് രണ്ടും കൂടിയിട്ട്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 180-ൽ നിന്ന് 110 നമുക്ക് കുറയ്ക്കുക അല്ലേ? അപ്പൊ 180 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൊത്തം 180, അതിൽ നിന്ന് നമ്മൾ 110 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 0.7 അല്ലേ? അപ്പൊ 70 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ തന്നാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എല്ലാവരും എന്ത് ചെയ്യുക? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 130-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കുറച്ച് കോണുകൾ ഉണ്ട് അല്ലേ? ഇതിൽ മറ്റേ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കിയാൽ വളരെ എളുപ്പമാണ് അല്ലേ? ഇവിടെ നോക്കിയാൽ ഒരു വര വരച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു വേറൊരു വര വരച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മൊത്തം എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും? 180 ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ 100 ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 180-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? -100 അല്ലേ? 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടി. അപ്പം എത്ര കിട്ടി നമുക്ക്? 80 അല്ലേ? അപ്പം ഈ ആംഗിൾ 80. കണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിയാൽ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഇത് നമ്മൾ നേരെ മുകളിലേക്ക് വരച്ചതിന് പകരം താഴത്തേക്ക് വരച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പം ഇതിൽ 45 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കണം? 180-ൽ നിന്ന് എപ്പോഴും 180 അല്ലേ? 45 അങ്ങോട്ട് കുറയ്ക്കാം. അപ്പം എത്ര വരും? 5. ഇപ്പോൾ ഇവിടെ കടം വാങ്ങിയപ്പോൾ ബാക്കി ഇവിടെ 7 ആയി അല്ലേ? അപ്പോൾ ഇവിടെ 3 വന്നു, പിന്നെ 1 വന്നു. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 135 ഡിഗ്രി. ഇനി ഇവിടെ നോക്കിയാൽ ഇത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 180-ൽ നിന്ന് 30 അങ്ങോട്ട് കുറയ്ക്കുക അല്ലേ? എത്ര കിട്ടും? 0.51 180 അല്ലേ? സോറി 150 അല്ലേ? അപ്പോൾ നമുക്ക് 150 ഡിഗ്രി. ഇനി ഇത് എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം
അല്ലേ? അപ്പോൾ 180 നിന്ന് എത്ര കുറയ്ക്കണം നമ്മൾ? 80 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 80 അങ്ങോട്ട് കുറയ്ക്കുക. ബാക്കി എത്ര വരും? 100 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ 100 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ എളുപ്പമാണ്. മൊത്തം ആംഗിൾ എത്രയായിരിക്കണം? 180 ആയിരിക്കണം. അതിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ആംഗിൾ കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി എല്ലാവരും എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ അടുത്ത പേജിൽ 131 അല്ലേ? അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഈ കോണിൻ്റെ അളവ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മൊത്തം കോണുകളുടെ അളവ് എത്രയായിരിക്കണം? എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര ആയിരിക്കണം? 180 ആയിരിക്കും അല്ലേ? അപ്പോൾ അതിവിടെ 2 കോണായാലും 3 കോണായാലും 4 കോണായാലും ഒരു വര വരച്ചിട്ട് നമ്മൾ അതിൻ്റെ എത്ര കഷ്ണങ്ങളാക്കിയാലും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഉണ്ടായിരിക്കും? ഈ കോണ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് തന്നിട്ടുള്ള രണ്ടും കൂടി കൂട്ടി നോക്കാം അല്ലേ? എത്ര കിട്ടിയപ്പോൾ? 50ഉം 25ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 75 കിട്ടി അല്ലേ? അപ്പോൾ ഈ രണ്ടും കൂടി കൂടിയിട്ട് 75 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? 180ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 75 ഡിഗ്രി അങ്ങോട്ട് കുറയ്ക്കാം അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് 75 ഡിഗ്രി കിട്ടി. ബാക്കി കോണായിരിക്കും അല്ലേ? ബാക്കി 180ൽ നിന്ന് ഈ 75 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺ കിട്ടും അല്ലേ? അപ്പോൾ 180ൽ നിന്ന് 75 കുറയ്ക്കുമ്പോൾ എന്താ? 0. അപ്പോൾ 1 കടം വാങ്ങി അപ്പോൾ എത്ര വരും? 10 ന് 5 പോയാൽ 5 അല്ലേ? ഇനി ഇവിടെ എത്രയായി? 7 ആയി അല്ലേ? അപ്പോൾ 7 ന് 7 പോയാൽ 0, ബാക്കി 1. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അല്ലേ? ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കിവിടെ സെറ്റ് സ്കോർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞുതരാം, നല്ലവണ്ണം ഓർമ്മയിൽ വേണം. ഇവിടെ നോക്കിയാൽ ഒരെണ്ണം ഇതാണ് അല്ലേ? ഇതാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കോണുകൾ അറിയും നിങ്ങൾക്ക്? ഇതിൻ്റെ കോൺ ഇത് നോക്കിയാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി. മനസ്സിലായല്ലോ? ഈ ഇങ്ങനെ കുത്താനുള്ള ഈ ആംഗിൾ 90 ഡിഗ്രി. ഇനി ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇത് രണ്ടും നോക്കിയാൽ ഒരേ നീളമാണ് അല്ലേ? ഈ സൈഡിനും ഒരേ നീളമല്ലേ ഉള്ളത് അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? ഇത് വലുതും ഈ രണ്ട് വശവും ഒരേ നീളവും അല്ലേ? അതായത് ഇവിടെ നമുക്ക് ഈ ആംഗിളും എപ്പോഴെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് എത്ര വെച്ചുണ്ടായിരിക്കും? ഇത് 45 ഡിഗ്രി വെച്ചുണ്ടായിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഈ കോണും ഇത് 45 മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ സെറ്റ് സ്കോർ കാണാം, ഇതുപോലത്തെ വേറെ എണ്ണം കൂടിയും കാണാം അല്ലേ? അപ്പോൾ ഇതിന്റെ ആംഗിൾ നോക്കിയാൽ മനസ്സിലായല്ലോ? ഇതിന്റെ ആംഗിൾ എപ്പോഴും ഈ രണ്ട് വശവും ഒരേ നീളാണ്. അപ്പോൾ നമുക്ക് ഇത് 90 ആണെങ്കിൽ ഈ കോൺ 45, ഈ കോൺ 45. മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് അടുത്ത് എടുത്തു നോക്കാം. ഇത് നോക്കിയേ, ഇത് 3 വശങ്ങളും 3 നീളങ്ങളാണ് അല്ലേ? തുല്യമല്ല. നോക്കിയാൽ നേരത്തെ നമ്മൾ 2 വശങ്ങൾ തുല്യമായിരുന്നു, കണ്ടാൽ നമുക്കറിയാം അല്ലേ? ഇവിടെ നോക്കിയാൽ ഒരെണ്ണം വലിയ വശം, അതിനേക്കാൾ ഇത്തിരി ചെറുതത് ഇത്, അതിനേക്കാൾ ഇത്തിരി ചെറിയ വശം ഇത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത് നീളം ഇതിങ്ങനെ അല്ലേ? ഇവിടെ നമുക്ക് കുത്തനെ കാണാം അല്ലേ? അതായത് നോക്കിയാൽ ഇവിടെ ആംഗിൾ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാംഗിൾ ഇതിലും എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറെ 2 ആംഗിൾ ഉണ്ട് അല്ലേ? ഈ ആംഗിൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും തുല്യ നീളം എന്ന് പറഞ്ഞു. ഇവിടെ തുല്യ നീളമാണോ? ഈ വശങ്ങൾക്ക് തുല്യ നീളമല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ആംഗിളും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ഈ ചെറിയ വശം ഉണ്ടല്ലോ, ചെറിയ വശം കണ്ടില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു കോണ് കണ്ടല്ലോ അല്ലേ? കണ്ട ഈ ചെറിയ വശത്തിന് ഓപ്പോസിറ്റ് ഒരു കോണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? 30 ഡിഗ്രി ചെറിയ കോൺ കണ്ട. ഇനി നമുക്ക് മറ്റേ കോൺ എത്രയായിരിക്കും? മറ്റേ കോണ് 60 ഡിഗ്രി. അതായത് 90 ഡിഗ്രി, പിന്നെ ഒരു 30 ഡിഗ്രി, ഒരു 60 ഡിഗ്രി. നേരത്തെ പറഞ്ഞതോ 90 ഡിഗ്രി ഉണ്ടാവും, പിന്നെ ഒരു 45 ഡിഗ്രി, അടുത്തതും 45 ഡിഗ്രി. ഇപ്പം ഇതാണ് നമ്മുടെ സെറ്റ് സ്കോറിലെ അളവുകൾ. ഇനി നമുക്ക് തന്ന പോലെ ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമുക്കിതിൽ അളവ് തന്നിട്ടില്ല, പകരം എന്ത് ചെയ്ത് ഈ സെറ്റ് സ്കോർ ഇതേ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ആംഗിൾ ഒന്നും പറഞ്ഞ് എത്രയായിരിക്കും ആംഗിൾ? ഇത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടും തുല്യ നീളങ്ങളാണ് അല്ലേ? സെറ്റ് സ്ക്വയർ നോക്കിയാൽ. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയായിരിക്കും? 90, 45 ആണ് അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രി അല്ലേ? ഈ ഭാഗം 90-ന് ഇത് എത്രയാണ്? 45. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്തതിൽ വെച്ചിട്ടുള്ള എന്താണ്? ഇതാണ് വെച്ചിട്ടുള്ളത് അല്ലേ? ഒരെണ്ണം നീളം കണ്ട, 3 നീളങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഈ നീളമല്ല ഇത് അല്ലേ? 3 നീളം വ്യത്യസ്തങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ചെറിയ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിളോ 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കോണളവും കിട്ടിയാലോ. ഇനി നമുക്ക് ഇത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ?
അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് തന്നിട്ടുള്ള രണ്ടും കൂടി കൂട്ടുവെക്കുക അല്ലേ? അപ്പോൾ എത്ര വരും? ഒന്ന് 60 ഡിഗ്രിയും അടുത്ത് 45 ഡിഗ്രിയും. രണ്ടും കൂടി കൂട്ടി എത്ര വരും? 5 6 4 10 105 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി 105 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? മൊത്തം നമുക്കറിയാം, എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 ഡിഗ്രി കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 105 ഡിഗ്രി അങ്ങോട്ട് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ 0 അല്ല, ഒന്ന് കടമ്പോൾ അങ്ങനെ ഒരു 10ആയി. 10ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 5 അല്ലേ? ഇനി ഇവിടെ എത്ര 7 7ൽ നിന്ന് 0 പോയി കഴിഞ്ഞാൽ 7 അല്ലേ? 1ൽ നിന്ന് 1 പോയാൽ 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 75 ഡിഗ്രി. കണ്ടില്ലേ? 75 ഡിഗ്രി. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? അപ്പോൾ രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ നമുക്ക് മൂന്നാമത്തെ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. Among the three angles marked in the picture below, the angles on the left and right are equal. How much is each? അല്ലേ? അതായത് നമുക്ക് നോക്കിയാൽ ഇവിടെ കുറച്ച് ആംഗിൾ തന്നിട്ടുണ്ട്. അതിൽ ഈ ഇടത്തതും വലത്തിനും ഒരേ തുല്യമായ ആംഗിളാണ്. അതായത് ഇതിന്റെ രണ്ടിന്റെ അളവ് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തന്നിട്ടുണ്ട് നടുവിലത്തെ അല്ലേ? ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോണുകൾ എത്ര വെച്ചുണ്ടായിരിക്കും? ഇതാണ് ചോദ്യം. ആദ്യം നമുക്കറിയാം, ഇതും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 150 കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ 150 30 കുറച്ച് ഞാൻ എന്ത് കിട്ടും? ഈ രണ്ട് കോണുകളും കൂടിയിട്ടുള്ള അളവ് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 180 ഡിഗ്രിയാണ് ആകെ ഉള്ളത് അല്ലേ? ആ 180 ഡിഗ്രി നമ്മൾ ഈ 30 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 150 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പോൾ 150 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ കോണും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 150 ഡിഗ്രി കിട്ടും. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കറിയാം മൊത്തം 150 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡിഗ്രി അല്ലെ 30 ഡിഗ്രി നമ്മൾ അതിൽ നിന്ന് കുറച്ചു. അപ്പോൾ ബാക്കി 150 ഉണ്ട് അല്ലേ? അപ്പോൾ 150 ഡിഗ്രി ആർക്കൊക്കെ ഉണ്ട്? ഇതിനും കൂടിയിട്ട് രണ്ടിനും കൂടി 150 ഡിഗ്രിയാണ്. ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? രണ്ടിൻ്റെയും അളവ് തുല്യമാണ് അല്ലേ? രണ്ടിൻ്റെ അളവ് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 150 എന്ത് ചെയ്യണം? നമ്മൾ തുല്യമായി ഭാഗിക്കണം അല്ലേ? തുല്യമായി ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 150 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 150 2 കൊണ്ട് ഹരിച്ചു നോക്കാം. നമുക്ക് 150 ഹരിക്കണം 2 അല്ലേ? 1 പോലെ 15 എത്ര 2 ഉണ്ട്? 15 7 2 അല്ലേ? 7 2 7 × 2 14 അല്ലേ? ഇനി ബാക്കി നമുക്ക് കുറയ്ക്കുമ്പോൾ 1 കിട്ടി. ഇനി 0 നമ്മൾ ഇറക്കിയിട്ടു. അപ്പോൾ 10. അപ്പോൾ 10ൽ എത്ര 2 ഉണ്ട്? 5 2 അല്ലേ? 5 2. അപ്പോൾ 5 × 2 10 കണ്ട. അപ്പോൾ 150 നമുക്ക് 2 കൊണ്ട് ഹരിച്ചപ്പോൾ തുല്യമായി ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? ഓരോരുത്തർക്കും 75 വെച്ച് കിട്ടി അല്ലേ? അതായത് 150/2 = 75 അല്ലേ? അപ്പോൾ ഓരോരുത്തർക്ക് എത്ര ഉണ്ടാവും? ഇവനും 75 ഡിഗ്രി, ഇവനും 75 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് കാണുന്നത് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, ഓഫ് ദി 2 angles made when 2 lines meet, one angle is double the other. വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ദി 2 angles? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടി അല്ലേ? അപ്പോൾ അതിൽ നമുക്കറിയാം 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ എന്താണ്? 2 ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിൽ ഒരു ആംഗിൾ മറ്റേ ആംഗിളിന്റെ ഡബിൾ ആണ്, ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾ എത്ര വെച്ചുണ്ടായിരിക്കും? ഇതാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് വെറുതെ റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു വര അല്ലേ? വേറെ വര എന്തായാലും കൂട്ടിമുട്ടി. അപ്പോൾ 2 കോണുകളുണ്ട്. ഈ 2 കോണിൽ ഒരു ആംഗിൾ മറ്റേ ആംഗിളിന്റെ ഇരട്ടിയാണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയാവണം ഇത്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇതാണ് ചോദ്യം. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ നോക്കിയാൽ ഒരാളെ കയ്യിൽ ഒരു മിഠായിൻ്റെ, ഒരാളെ മുകളിൽ ഒരു മിഠായി, അടുത്ത ആളെ കയ്യിൽ അതിൻ്റെ ഇരട്ടി മിഠായി എന്ന് പറയുമ്പോൾ ഇയാളെ കയ്യിൽ എത്ര ഉണ്ടാവും? 2 മിഠായി ഉണ്ടാവും അല്ലേ? ഇനി ഒരാളെ കയ്യിൽ ഒരു 5 മിഠായി ഉണ്ട്, അടുത്ത ആളെ കയ്യിൽ അതിൻ്റെ ഇരട്ടി മിഠായി ഉണ്ടാവും. അപ്പോൾ എത്ര? 5ൻ്റെ ഇരട്ടി 10 മിഠായി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ആകെ 1 2 3 മിഠായി അല്ലേ? അപ്പോൾ 3 മിഠായി ഉണ്ട്. അതിൽ ഒരു മിഠായി ഇവനും 2 മിഠായി ഇവനും അല്ലേ? അപ്പോൾ നാം ഇതിനെന്താ ചെയ്തത്? 3നെ തുല്യ ഭാഗങ്ങളാക്കി അല്ലേ? 3നെ നമ്മൾ എന്ത് ചെയ്തു? 3 തുല്യ ഭാഗങ്ങളാക്കി 3 മിഠായി വെച്ച് എടുത്തിട്ട് അതിൽ ഒരാൾക്ക് 1 മിഠായി കൊടുത്തു, അടുത്ത ആൾക്ക് 2 മിഠായി കൊടുത്തു. ശരിയല്ലേ? അതായത് 3 എണ്ണം ആക്കിയിട്ട് അതിൽ ഒരെണ്ണം ഒരാൾക്ക് കൊടുത്തു, 2 എണ്ണം അടുത്ത ആൾക്ക് കൊടുത്തു. അപ്പോൾ ശരിയല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ ആകെ എത്ര മിഠായി ഉണ്ട്? ഇവിടെ 5ഉം 10ഉം ആകെ 15 മിഠായി ഉണ്ട് ഇവിടെ അല്ലേ? 15 മിഠായിൽ നമ്മൾ അതിനെ തുല്യ ഭാഗങ്ങളാക്കി. 15 മിഠായിയെ നാം എന്ത് ചെയ്തു? 5 മിഠായി 5 മിഠായി 5 മിഠായി അങ്ങനെ ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സെറ്റ് ആർക്ക് കൊടുത്തു? ഒരാൾക്ക് കൊടുത്തു. ബാക്കി ഈ 2 സെറ്റ് എന്ത് ചെയ്തു? അടുത്ത ആൾക്ക് കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 5 10 15 15 മിഠായിനെ ഇയാൾക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി ഇയാൾക്ക് കിട്ടി അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ 180 ഡിഗ്രിയാണുള്ളത് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി മറ്റാൾക്ക് കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 180നെ തുല്യമായിട്ട് 3 ഭാഗങ്ങളാക്കാം
ഇവിടെ നമ്മൾ 3 ഭാഗങ്ങളാക്കിയില്ലേ, 3 ഭാഗങ്ങളാക്കിയിട്ട് ഒരെണ്ണം ഒരാൾക്ക് കൊടുത്തു, ബാക്കി 2 എണ്ണം അടുത്ത ആൾക്ക് കൊടുത്തു. ഇവിടെ നമ്മൾ തുല്യ 3 ഭാഗങ്ങളാക്കി, 15 മിഠായി അല്ലേ, 15 മിഠായി നമ്മൾ തുല്യ ഭാഗങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തു, ഒരെണ്ണം ഒരു സെറ്റ് ഒരാൾക്ക് കൊടുത്തു, ബാക്കി 2 സെറ്റും അടുത്ത ആൾക്ക് കൊടുത്തു. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 180 ഡിഗ്രിയെ തുല്യമായിട്ട് 3 ഭാഗങ്ങളാക്കാം അല്ലേ. അപ്പോൾ 180 ഡിഗ്രിയെ തുല്യ 3 ഭാഗങ്ങളാക്കുമ്പോൾ എന്ത് വേണം, 180 നമുക്ക് എത്ര കൊണ്ട് ഹരിക്കണം, 3 കൊണ്ട് ഹരിക്കുക. മനസ്സിലായില്ലേ, 3 കൊണ്ട് ഹരിക്കുക, 3 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ എത്ര വരും, 1 പോലെ 18 6 × 3 18 അല്ലേ, 6 × 3 18. ഓക്കെ, 0. ഇനി 0 ഉണ്ടല്ലോ, ആ 0 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ 0 ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 180നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, 60 കിട്ടി അല്ലേ. ഇനി നമ്മൾ ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്ത് 60 60 60 അല്ലേ, 3 ഗ്രൂപ്പാക്കി. ഇതിൽ ആദ്യത്തെ ആൾക്ക് ഒരു 60 കൊടുത്തു, മറ്റേ ആൾക്ക് എന്ത് ചെയ്യുക, ഈ 2 60 കൂടി കൊടുക്കുക. അപ്പോൾ എത്രയായി, ഒരു 60 അല്ലേ. ഇയാൾക്ക് ഒരു 60 കിട്ടി, ചെറിയ ആൾക്ക് ഒരു 60 കിട്ടി, അടുത്ത ആൾക്ക് 60 60 എത്ര കിട്ടും, 120. മനസ്സിലായില്ലേ. അപ്പോൾ നാം ഇവിടെ എന്താ ചെയ്തത്, 180 ഡിഗ്രിയെ 3 ഭാഗങ്ങളാക്കി അല്ലേ. ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടിയാണ് മറ്റാൾക്ക് അല്ലേ. അപ്പോൾ നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കി, 3 തുല്യ ഭാഗങ്ങളാക്കി നമുക്ക് 60 60 60 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ആദ്യത്തെ ആൾക്ക് നമ്മൾ 60 കൊടുത്തു, ചെറിയ ആൾക്ക് അല്ലേ, ചെറിയ ആംഗിളുള്ള ആൾക്ക് 60 കൊടുത്തു, പിന്നെ 2 മറ്റാൾക്ക് കൊടുത്തു. അപ്പോൾ ഇയാളെ ഇരട്ടിയാണ് ഇതല്ലേ, 2 60 ഇല്ലേ. അപ്പോൾ ഈ 2 60 60 + 60 എത്ര വരും, 120. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഇതിൻ്റെ ഇരട്ടി ഇത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.